പറ്റിയില്ല, ഓഫീസ് ഡ്യൂട്ടിയിലായിരുന്നു, അതിന് ഇടയ്ക്കൂടെ കേട്ടതേ ഉള്ളൂ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ക്ലാസ്. അപ്പോൾ അതെനിക്കത് മിസ്സാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മാം, ഞാൻ ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് കുട്ടികളെ കുറിച്ച് നമുക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾക്കുള്ളൊരു എന്താ പറയാ സൊല്യൂഷൻ എന്നല്ല പറയാ, എന്താ പറയാ, കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റി കുട്ടികൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. അങ്ങനെ അതിങ്ങനെ ഫ്രീ ആയിട്ട് തരാന്ന് എന്ന് പറയുമ്പോൾ മാമിന്റെ ഇതോടുള്ള ബെനിഫിറ്റ് എന്താ എനിക്ക് മനസ്സിലായില്ല. സത്യത്തിൽ ഇതൊരു അടിപൊളി സോഷ്യൽ സർവീസ് ആണ്. എങ്ങനെയാ പറഞ്ഞുതരാ, നമുക്ക് നമ്മുടെ കുട്ടികളെ തന്നെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയില്ലേ, അതുപോലെ ഞാനും ചെറിയൊരു ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബട്ട് അടിപൊളിയായിരുന്നു. എന്താ പറയാ, ഹോണസ്റ്റ്ലി സൂപ്പർ ക്ലാസ് ആയിരുന്നു മാം. കറക്റ്റ് മാം, ഇന്നത്തെ ക്ലാസ് ഭയങ്കര നോളജ് അപ്ഡേഷൻ ക്ലാസ് തന്നെയായിരുന്നു. പിന്നെ കുട്ടികളുടെ മാറ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ പാരൻസിനും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ നമ്മളെ പോലത്തെ കൗൺസിലേഴ്സിനെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ ആയിരുന്നു. പിന്നെ നമുക്കൊരു 1 hour കിട്ടിയുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ ഫർദർ ക്ലാസ്സസും, കാരണം അദ്ദേഹത്തിന് ടൈം കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഇതുള്ളത് കൊണ്ടായിരിക്കാം പല ഇപ്പോൾ ADHD ആണെങ്കിൽ അതിൻ്റെ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്കും കൂടെ ഉപകാരമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അടുത്തൊരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളിലൊക്കെ കൂടി പോവുകയും ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു 1-2 സെഷൻ, ഐ മീൻ 1-2 വെബിനാർ ഇതുപോലെ സാറിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ യൂസ്ഫുൾ വൺ മോർ ആയിരിക്കും. റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഈ സാറിന്റെ തന്നെ ഇനിയും ക്ലാസ്സസ് വെക്കണം. കാരണം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സാർ പറയുന്നത്. ഇപ്പൊ എന്റെയൊക്കെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സൈക്കോളജിക്കലി യാതൊരു ബേസും ഇല്ലാത്ത ആളാണ് ഒരു പോലെ. പക്ഷെ എനിക്ക് പോലും സാറ് പറയുന്നത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. സാറ് പറയുന്നതിനോട് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സസ് ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സാറിന്റെ വേ ഓഫ് പ്രസന്റേഷൻ അടിപൊളിയാണ്. സാറ് പിന്നെയും ചോദിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ, ആ ഒരു ടൈപ്പില് അടിപൊളി ക്ലാസ് ആയിരുന്നു. സാറിന്റെ ക്ലാസ്സസ് ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ എന്താ പറയാ, താങ്ക് യു സോ മച്ച്. എനിക്കിത് പിന്നെയും പറയണം എന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വോയിസ് അയച്ചേട്ടോ. മാം ബിസി ആവുമെന്ന് അറിയാം, കേൾക്കാൻ പറ്റുമ്പോൾ കേൾക്കുന്നുണ്ട് കേട്ടോ. Thank you, ma'am. Thank you so much for this wonderful opportunity. Good evening, sir. Can you hear me? Am I audible, ma'am? Yes, sir. You are audible. Yes, sir. Okay. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇപ്പം നമുക്ക് കുറച്ച് മെമ്പേഴ്സും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് കുറച്ച് മെമ്പേഴ്സും കൂടെ ജോയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുന്നത്. താങ്ക് യു എവ്രി വൺ. ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ മറ്റുള്ള മെമ്പേഴ്സും കൂടെ വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രാക്ഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും സംസാരിക്കുകയും, എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ പറയുകയും, അല്ലെങ്കിൽ വരുന്ന വെബിനാറിന് എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. Good evening, everyone. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. So Good let's evening, start. Okay, so let's start our program. So our guest is here. Good evening, everyone, and a warm welcome to Ramesh Abdul Razak sir from IAGC Overseas. Today, we have the privilege of hosting Ramesh sir, a distinguished RCI licensed rehabilitation psychologist who brings a wealth of expertise in pediatric neurodevelopmental disorders. With a remarkable background in screening and diagnosing childhood disorders, designing early interventions, counseling, and comprehensive disability management, Ramesh sir is an invaluable resource in his field. I am also personally honored to have had the privilege of being a student under his guidance for a short course on child psychology, and I can attest to his exceptional teaching skills and passion for the subject. As a passionate educator dedicated to enhancing the skills of rehabilitation professionals and possessing excellent interpersonal and communication skills with a warm and empathetic approach, we are honored to have him share his knowledge and insights with us. Please join me in extending a warm welcome to Mr. Ramesh Abdul Razak sir. Thank you. Thank you so much. So shall I start the session or?
Yes, sir, please start, because it's already Okay, okay. minutes late. Yeah, Sam. Yeah. And I think the mode of communication it should be in English or Malayalam. Which would Malayalam, be the better? Malayalam will Okay, be good. fine. Thank you, sir. Okay. സോ ഞാൻ ഒരു വീഡിയോ ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ ഐ തിങ്ക് ഈ ഗ്രൂപ്പിലുള്ള ഈ ഒരു ഇപ്പം ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന എല്ലാവരും ഒരു കൗൺസിലിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണല്ലോ അല്ലെ? Yeah, almost. എല്ലാവരും കൗൺസിലിംഗ് ഒക്കെ യെസ്, ഓൾമോസ്റ്റ് എവ്രി. ആൻഡ് ബേസിക്കലി ഞാനൊരു സ്പീക്കർ ആയിട്ടല്ല ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വിൽ ബി ഡൂയിങ് എ ഇന്ററാക്ഷൻ. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, അതൊക്കെ നമ്മളൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആവുന്ന സമയത്താണ് നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറാം. സോ ബേസിക്കലി നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു പീഡിയാട്രിക് സെറ്റിംഗ്സ് ആണ് സൈക്കോളജിയിലുള്ളത്. ഞാൻ മാസ്റ്റേഴ്സ് ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി 2016 കംപ്ലീറ്റ് ചെയ്തതാണ്. അതിനുശേഷം പീഡിയാട്രിക് സെറ്റിംഗ്സിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കേസ് ആയാലും പറയുന്ന എക്സാമ്പിൾസ് ആയാലും ഒക്കെ ഒരു പീഡിയാട്രിക് സെറ്റിംഗ്സിൽ നിന്നുകൊണ്ടായിരിക്കും. വാണ്ട് ടു നോ വാട്ട് യു ഓൾ, നിങ്ങൾക്കൊക്കെ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് എന്തൊക്കെ അറിയാം, എന്തൊക്കെ ഡിസോർഡേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത്? എന്തൊക്കെ ഡിസോർഡേഴ്സ് അറിയാം ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു വരുമ്പോൾ? I think I am audible, right? Yeah. സോ ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെറ്റിംഗ്സിൽ നിങ്ങളൊരു കുട്ടികളുടെ കേസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ തരം കേസുകളെ കണ്ടിട്ടുണ്ട്? Yes, ADHD. It will be better if you are talking. Okay, yeah. സർ ADHD കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ASD നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ യെസ് സർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ട്, പിന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സും കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ODD നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം വളർന്നു വരുന്ന കുട്ടികളിൽ CD നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാക്ട്ലി കണ്ടക്ട് ഡിസോർഡർ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ തലമുറകളിൽ കൂടുതൽ ഒഫൻസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മൾ കോളേജുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ ആസ്പദമാക്കി സ്റ്റഡീസ് വരുന്ന സമയത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തും വി വിൽ ഫീൽ മേ ബി ദേ ആർ ഓൾ ഹാവ് ചൈൽഡ്ഹുഡ് ടൈം തന്നെ ഒരു CD ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കുട്ടികളിൽ കാണുന്നുണ്ടായിരുന്നു, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് കണ്ടിരുന്നു, അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസും കുട്ടികളിൽ കണ്ടിട്ടുണ്ടായിരുന്നു സർ. Okay, cerebral palsy, intellectual disability. Now I just want to ask, ഇതൊക്കെ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് ആണോ? ഇപ്പൊ പറഞ്ഞ എല്ലാം ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് അല്ല, എന്നിരുന്നാൽ പോലും ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് നമുക്ക് കണ്ടുവരുന്ന ഡിസോർഡേഴ്സ് ആണെന്നുള്ളതാണ് സർ. ഓക്കെ, ഇനി എന്താണ് ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സും? ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ഡിസോർഡേഴ്സും ചിലത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആണ്, ചിലത് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് ആണ്. അപ്പം അതെന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് പറയാം, തെറ്റിപ്പോയാലൊന്നും കുഴപ്പമില്ല. ഓക്കെ, എനിത്തിങ്. യെസ് സർ, നോ പ്രോബ്ലം. കാരണം ചിലത് നമുക്കൊരു ഇന്ററാക്ഷൻ ഡെവലപ്മെന്റും കൂടിയാണ്. ഞാനായാലും ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സെഷൻ എടുക്കുന്ന പോലെ ആയിപ്പോ. സോ ഇന്ററാക്ഷൻ ഉണ്ടാകുന്ന ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞ എല്ലാ ഡിസോർഡേഴ്സും കുട്ടികളിൽ ഉണ്ടാവുന്ന സാധനമാണ്, ഈവൻ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആയാൽ പോലും. പക്ഷെ നമ്മൾ എപ്പോഴാണ് ചില ഡിസോർഡേഴ്സിന് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയാം? അതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഏതൊരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റ് സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ സൈക്യാട്രിക് സെറ്റിംഗ്സിൽ 2 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യാം. അത് ഏതൊക്കെയാണ്? നമ്മള് ഒന്നാമത് സൈക്കോട്ടിക് ആൻഡ് ന്യൂറോട്ടിക്, റൈറ്റ് സർ? നോ, നമ്മൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്യുന്ന 2 സാധനങ്ങൾ, 2 ബുക്ക് ഉണ്ട്. ആ 2 സാധനങ്ങൾ എന്തൊക്കെയാണ്? ICD-ന്റെ ലേറ്റസ്റ്റ് വേർഷൻ 11. Yes, ICD-11. Then DSM, I think so. Yes sir. DSM-ന്റെ ലേറ്റസ്റ്റ് വേർഷൻ 6. No. DSM-5 കഴിഞ്ഞു, എന്നിട്ട് DSM-5 അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ DSM-6 അല്ല അവര് വിളിച്ചത്, DSM-5 TR എന്നാണ് വിളിച്ചത്. DSM-5 ടെക്സ്റ്റ് ബേസ്ഡ് എന്നുള്ള സംഭവത്തിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ 2 സാധനവും, ICD നമുക്കറിയാം WHO പബ്ലിഷ് ചെയ്യുന്ന സാധനമാണ്. ഇനി
DSM എന്ന് പറയുന്ന സമയത്ത് APA പബ്ലിഷ് ചെയ്യുന്ന സാധനമാണ്. ഈ രണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ചില ഡിസോർഡേഴ്സ് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ കാണാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ എല്ലാ കുട്ടികളും ഉണ്ടാകുന്ന സാധനമാണ്. ചില ഡിസോർഡേഴ്സ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന്റെ അണ്ടറിലാണ് കാണാൻ പറ്റുക. ഓക്കെ സർ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ ഏതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിൽ വരുന്നുണ്ടാവും, ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ? എനിക്ക് തോന്നുന്നത് നമുക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ മേ ബി ന്യൂറോ ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ADHD ന്യൂറോ ഡെവലപ്മെന്റ് അണ്ടറിൽ വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ID ഐ തിങ്ക് സോ, അതും നമുക്ക്. യെസ് സർ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? ഇതൊക്കെയാണ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നുള്ളത്. പിന്നെ എല്ലാവരും സംസാരിക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വരുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ആണല്ലോ നമുക്ക് ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സിലേക്ക് വരുന്ന ഒരു അബ്നോർമാലിറ്റീസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെന്റിൽ വരുന്ന ഒരു ചേഞ്ചസ് നെർവസ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ എന്താ പറയാ കോഗ്നിറ്റീവ് മോട്ടോർ ലാംഗ്വേജസ് ഇതിലൊക്കെയാണ് വരുന്നതാണ് എന്റെ ഒരു ഓർമ്മകളിൽ ഇരിക്കുന്നത്. നമ്മളെ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ചില ആൾക്കാർ 18 വയസ്സെന്ന് പറയാറുണ്ട്, ചില ആൾക്കാർ 22 വയസ്സെന്ന് പറയാറുണ്ട്. ഈ ഒരു 18 വയസ്സും അല്ലെങ്കിൽ 22 വയസ്സിന്റെ ഉള്ളിൽ നമ്മളുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മൾ എസ്പെഷ്യലി പറയാം ബ്രെയിൻ പ്രോസസ്സിനെയാണ് പറയാം, ബ്രെയിൻ പ്രോസസ്സിന്റെ ഡെഫിസിറ്റ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മളത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ ADHD, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഇതിൻ്റെയൊക്കെ ഓൺസെറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിന് മുന്നേ ആയിരിക്കും. കാരണം നമ്മൾക്ക് 2 വയസ്സിലോ അല്ലെങ്കിൽ 5 വയസ്സിലോ 8 വയസ്സിലൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒന്ന്, ഡെവലപ്മെന്റൽ പീരീഡിലാണ് അത് ഒക്കർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ ഡിസോർഡേഴ്സും അവരുടെ ബ്രെയിൻ പ്രോസസ്സിനെ ബാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, അക്കാഡമിക് ആയിട്ടുള്ള, ഒക്യുപ്പേഷണൽ ഫംഗ്ഷനിങ് ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ ബാധിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്കിപ്പം ഒരു ADHD വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് ICD-യിലോ DSM-ലോ ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിന്റെ അണ്ടറിലല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുക, മറിച്ച് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ICD എടുത്ത് നോക്കുകയാണെങ്കിൽ F01-ലോ അല്ലെങ്കിൽ F90-ലൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. ഇതിപ്പോ DSM ആണെങ്കിൽ ഇതിനൊക്കെ ഒരു കോഡിങ് കൊടുത്തിട്ടുണ്ടാവും. ഐ തിങ്ക് യു ഓൾ നോ റൈറ്റ്. ഈ ICD-യിലും DSM-ലൊക്കെ ഓരോ കോഡിംഗ് ആണ് ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കുട്ടീനെ ADHD ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ ഡയഗ്നോസിന്റെ പേര് തന്നെയാണ് എഴുതാറ്. അതേസമയം നമ്മളൊരു എബ്രോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡയഗ്നോസിന്റെ പേര് എഴുതത്തില്ല, ഒരു കോഡാണ് എഴുതുക. ഫോർ എക്സാമ്പിൾ 6A06 എന്ന് മാത്രമേ എഴുതുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതുന്ന വെച്ചാൽ ഒരു യൂണിഫോം കോഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊക്കെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഓട്ടിസം, ADHD, SLD ഒക്കെ ഡയഗ്നോസ് ചെയ്യേണ്ടത്? എപ്പോഴാണ്? നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ADHD കണ്ടിട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ലേണിംഗ് ഡിസബിലിറ്റി കണ്ടിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴാണ് നമുക്കതിനെ ഇതാണ് ഈ ഡിസോർഡർ ആണെന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? നോട്ട് ഓൺലി ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്, ഏതൊരു ഈവൻ അഡൽട്ട് ഡിസോർഡർ ആയാൽ പോലും ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഒരു കൗൺസിലിംഗ് സെറ്റിംഗ്സിലേക്ക് വരുന്ന ഒരു കേസിനെ നമ്മൾ ചിലപ്പോൾ ഒരു പേരിട്ടിട്ട് നിങ്ങൾ വിളിക്കാറുണ്ടോ? ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ ആണ്, ഇല്ലെങ്കിൽ ബൈപ്പോളർ ആണ്, എന്തെങ്കിലും ഒരു ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ നമുക്ക് കേസ് ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചില കേസുകളിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇല്ലേ? ഇപ്പൊ പരീക്ഷയ്ക്ക് പേടിയാണെന്ന് പറയുന്ന ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എക്സാം അടുത്ത് വരികയാണ്, അപ്പൊ എക്സാമിന് ഭയങ്കരമായിട്ട് ഫിയർ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അവിടെ മോട്ടിവേഷനോ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടത്. എന്താണ് അവരുടെ പിന്നെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ പറയുക, ഞാൻ പറയുന്നത് എല്ലാവരോടുമാണ്, അതായത് എന്നോടടക്കമാണ് പറയുന്നത്. ചില സമയത്ത് നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു സാധനമാണ് ഒരു കൗൺസിലിംഗ് സെഷൻ, ഇല്ലെങ്കിൽ നമ്മളെ മുന്നിലേക്ക് ഒരു സൈക്യാട്രിക് കൺസേൺ ആയിട്ട് വരുന്ന സമയത്ത് അവരുടെ കൺസേൺ കേൾക്കുക, നമ്മൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഒരിക്കലും ആ ഒരു പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, മറിച്ച് നിങ്ങൾ കേസ് ഹിസ്റ്ററിന്റെ ഒരു എന്താ പറയാ ഒരു ഔട്ട്ലൈൻ എങ്കിലും നിങ്ങൾ ആ കുട്ടീൻ്റെ അടുത്ത് എടുക്കണം. അത് എന്തൊരു കേസായാലും. ഞാൻ പറഞ്ഞു മനസ്സിലായോ?
ഏതൊരു കേസ് ആയിക്കോട്ടെ, ഇനിയിപ്പോ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞതുപോലെ എക്സാമിന്റെ പേടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരണം പോലും നമ്മൾ ആ കുട്ടീന്റെ ഒരു മിനിമം ഔട്ട്ലൈൻ കേസ് ഹിസ്റ്ററി നമ്മൾ എടുക്കണം. എടുക്കാറുണ്ടോ എല്ലാവരും? ബി ഓണസ്റ്റ് ആയിട്ട് പറയുന്നത്. എനിക്കിപ്പോ നിങ്ങൾ ആരും അറിയില്ല, നിങ്ങൾ ആരും അറിയില്ല, അപ്പൊ നിങ്ങൾക്ക് ഹോണസ്റ്റ് ആയിട്ട് പറയാം. എല്ലാരും കേസ് ഹിസ്റ്ററി എടുക്കാറുണ്ട് അല്ലേ? എടുക്കാറുണ്ട്. ഓ സോ നൈസ്. ഈവൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കോൾ വരികയാണ്, എനിക്കിങ്ങനെ എക്സാമിന്റെ പേടി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് പോലും നിങ്ങൾ കേസ് ഹിസ്റ്ററിന്റെ സാധനം എടുക്കാറുണ്ട്. നമ്മളത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസ് ഹിസ്റ്ററി എന്തുകൊണ്ടാണ് നമ്മൾ അത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇപ്പൊ ഒരു എക്സാമിന്റെ ഫിയർ ആയിട്ടാണ് ഒരു കുട്ടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പക്ഷെ ഇയാൾക്ക് ഇതിനു മുന്നേ ഫിയർ ഉണ്ടായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അത് ഫിയർ തന്നെയാണോ, അല്ല എക്സാം ഫോബിയ ആണോ, അല്ല ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ആണോ, എല്ലാ പ്രാവശ്യം ഇങ്ങനെ വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഫിയർ വരുന്ന സമയത്ത് ആൾക്കാർക്ക് സൊമാറ്റിക് ആയിട്ടുള്ള ഛർദി, ചുമ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽഡ് കേസ് ഹിസ്റ്ററി എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ നമ്മളുടെ മുന്നിലേക്ക് ഏതൊരു ക്ലയന്റ് വിളിച്ചാലും കണ്ടു കഴിഞ്ഞാലും ആ കേസ് ഹിസ്റ്ററി എടുത്തത് അറ്റ്ലീസ്റ്റ് ഒരു 6 months വരെയെങ്കിലും നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ ചെയ്തു വെക്കാറുണ്ടോ? നിങ്ങളിപ്പോൾ കണ്ട കേസിന്റെ എഴുതി വെച്ചത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്രയും കേസസ് ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് മേടിച്ചിട്ട്, ഒരു ഡയറി മേടിച്ചിട്ട് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതെന്തിനാ? എനിവൺ? എന്തായാലും മിണ്ടാതെ നിങ്ങൾ പറഞ്ഞോ, എന്തിനായിരിക്കും നമ്മളത് അങ്ങനെ സേവ് ചെയ്ത് വെക്കേണ്ട, അല്ലെങ്കിൽ ഇതാക്കി വെക്കേണ്ട ആവശ്യം, ഡോക്യുമെന്റ് വെക്കേണ്ട ആവശ്യം എന്തായിരിക്കും? സാർ വെക്കാറുണ്ട്. മേ ബി നമുക്ക് ഈ ഒരു 6 months ഇടയിൽ ഈ ഒരു കേസസ് ആയിട്ട് നമ്മൾക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും, അതുകൂടാതെ തന്നെ ഈ കുട്ടി നമ്മളുടെ ഇപ്പൊ ലീഗൽ അതുപോലത്തെ എവിടെന്നെങ്കിലും നമുക്ക് ഈ കുട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് എസ്പെഷ്യലി കുട്ടികളുടെ കേസിലാകുന്ന സമയത്ത്. കാരണം ഓരോ കുട്ടിയുടെയും പഠന വൈകല്യമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആങ്സൈറ്റികൾ എന്നൊക്കെ പറഞ്ഞു വരുന്നതിന്റെ പിന്നിൽ വെറും ഒരു എക്സാം ആങ്സൈറ്റി ആവണമെന്നില്ല, അതിന് മുൻപോടി നടന്നിട്ടില്ല വേറെ ഏതെങ്കിലും സെക്ഷൽ അബ്യൂസ് കൂടെ ആവാം, ഒരു പക്ഷേ ടീച്ചേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്നതാവാം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അത്. അപ്പൊ നമ്മൾ ഈ അടുത്ത് തന്നെ കേരളത്തിൽ വന്ന് 1-2 ഇൻസിഡൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഒരു കുട്ടി ഇല്ലേ സൂസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെരി റീസെന്റ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. അപ്പം ഇതേപോലത്തെ കേസുകളൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് എന്തിട്ടുണ്ടാവാം, നമ്മളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവാം, നമ്മൾക്കൊരു കോൾ വന്നിട്ടുണ്ടാവാം. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ട് ഈ ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തത്, നമ്മൾ എന്തൊക്കെയാണ് അവരുടെ ഹിസ്റ്ററി എടുത്തുന്നതുള്ള പക്കാ ഡീറ്റെയിൽസ് ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി അനദർ തിങ് വെൽ കമ്മിങ് ടു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ, നമ്മുടെ കേരളത്തിൽ നിന്നല്ല, പൊതുവെ ഇനി ഇന്ത്യയിലൊന്നും അല്ല, ഏകദേശം എനിക്കൊന്ന് കുറച്ച് വെസ്റ്റേൺ കൺട്രീസിൽ കുറച്ചും കൂടി കൂടുതലാണ്. കുറച്ച് ക്രൈറ്റീരിയ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുക, നമ്മൾ അതിനെ ഓവർ ഡയഗ്നോസിസ്. ക്ലിയർ? പൊതുവെ കേൾക്കാറുണ്ട്, ഇപ്പൊ ഒരു കുട്ടി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ADHD ആണെന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴാണ് ഓരോ ഡിസോർഡറും ഡയഗ്നോസ് ചെയ്യാനുള്ള ഏജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു 4 വയസ്സുള്ള കുട്ടീനെ ഓടിച്ചാടി നടക്കുന്നുണ്ട്, അറ്റൻഷൻ ഇല്ല, നമ്മൾക്ക് ആ കുട്ടീനെ ADHD ആണ് ഇല്ലേ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട എന്താണ്, ഐ തിങ്ക് യു ഓൾ നോ ADHD, റൈറ്റ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. എന്താണ് ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പൊതുവെ എല്ലാവരും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സാധനമാണ് ADHD. അവൻ ADHD ആണ്. ഈ അടുത്ത് നമ്മളെ നാട്ടിലെ 2-3 ഒരു ആക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ADHD ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പെട്ടെന്ന് പറയും.
നിങ്ങൾ ChatGPT എവട്ടെന്ന് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് അറിയാന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. നോ പ്രോബ്ലംസ് അറ്റ് ഓൾ. ഇപ്പൊ എന്നോട് നിങ്ങൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അഡൽട്ട് കേസ് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇതിനെപ്പറ്റി അറിയുന്നത് ജസ്റ്റ് അത് പറഞ്ഞാൽ മതി. സാർ എനിക്ക് പറഞ്ഞോളൂ. സാർ എനിക്ക് തോന്നുന്നത് ആ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു കുട്ടി ഒന്ന് പറഞ്ഞതനുസരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലകുത്തി മറിയുന്നത് കണ്ട ഉടനെ തന്നെ നമ്മളെല്ലാവരും പറയുന്ന ഒരു വേർഡ് തന്നെയാണ് ഒരു ADHD ആണെന്നുള്ളത്. നോർമലി എനിക്ക് തോന്നിയിട്ടുള്ളത് ADHD എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എക്സ്ട്രാ, വെരി സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു എക്സ്ട്രാ എനർജിയാണ് നമ്മൾ ADHD എന്ന് പറയുന്നത്. പലപ്പോഴും ആ കുട്ടിയെ നമ്മൾ ആ എനർജിയെ, ബോഡിയിൽ വന്ന ഒരു എക്സ്ട്രാ എനർജിയെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്ത് കളയാതെ അതിനെ പിടിച്ചിരുത്താൻ വേണ്ടി പിടിച്ചിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ കുട്ടി കൂടുതലായിട്ട് ഇത് ഉണ്ടാകുന്നത്. അപ്പം നോർമലി വന്നാൽ അവരുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്ട്രാ ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് അവർക്ക് ഒരു എക്സ്ട്രാ എനർജിയാണ് അവരുടെ ബോഡിയിലോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ADHD ഇതല്ല ADHD അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ADHD എന്ന് ആർക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? ആരോ ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ഒരിക്കലും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ചാറ്റ് ഓണിൽ വരുന്ന മെസ്സേജ് ഞാൻ വായിക്കാറില്ല. ഇഫ് യു വാണ്ട് ടു ആസ്ക് എനിത്തിങ് ജസ്റ്റ് ആസ്ക്, ഡോണ്ട് ടെക്സ്റ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. ഓക്കെ, അപ്പം ഇത് ഇപ്പൊ പറഞ്ഞത് തന്നെയാണോ ADHD, അതല്ല വേറെ എന്തെങ്കിലും ആണോ? അത് നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഇപ്പൊ പറഞ്ഞത് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അറ്റൻഷൻ കുറയുന്നതാണോ ADHD, അല്ല ഈ പറഞ്ഞത് പോലെ ഭയങ്കര ഓട്ടം ചാട്ടം പറയുന്നതാണോ ADHD, അല്ല ഇത് രണ്ടും ആണോ ADHD? നമ്മൾ ചെയ്യുന്ന പീപ്പിൾ കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചും മറിച്ചും ചോദിക്കുന്നത് കേട്ടോ. ഹൈപ്പർ ആക്റ്റീവിന്റെ കൂടെ തന്നെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, തിങ്ക് ചെയ്യാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക എന്നുള്ളത് കൂടെ ഇനി അത് വേറെ തന്നെയാണ്. നേരത്തെ ഇപ്പൊ ഒരാൾ ഹൈപ്പർ ആക്ടിവിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ഇന്നറ്റൻഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പം പറഞ്ഞത് ഇമ്പൾസിവിറ്റി ആണ്. ഇല്ലേ? നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് വരുമെന്നറിയാതെ ഒരു ചെയ്യില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം പിന്നെ വരും എന്നുള്ളത് ആൾ തിങ്ക് ചെയ്യുന്നുണ്ടാവില്ല. അത് നമ്മൾ ഇമ്പൾസിവിറ്റി എന്ന് പറയും. അപ്പൊ ഇതിലേതാണ് ADHD? ഈ പറഞ്ഞ രണ്ടും ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നും ആണോ? ഇത് മൂന്നും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഇത് മൂന്നും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓവർ ഹൈപ്പർ ആക്റ്റീവ് മാത്രമാകുമ്പോ അത് കുട്ടി ചിലപ്പോ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ കഴിയാത്തത് കൊണ്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് അങ്ങനെ എന്തെങ്കിലും ആവാം. ഇതെല്ലാ കണ്ടീഷനും കൂടെ വരുമ്പോഴായിരിക്കാം നമ്മള് ADHD എന്ന് പറയുന്നതാണ് എന്റെ ഒരു വായിച്ചെന്നുള്ളത്. ഓക്കെ, ഡിഫിക്കൽട്ടി ഇൻ ഫോക്കസിംഗ്. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും നമ്മൾ അറ്റൻഷനാണ് പറയുന്നത്, ഫോക്കസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതുപോലെ ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും ഈ കുട്ടികൾക്ക്. ADHD ഉള്ള കുട്ടികൾക്ക് എന്താ വെച്ചാൽ എന്റെ അനുഭവത്തിൽ എന്റെ കുട്ടിയെ ഞാൻ ഹോസ്പിറ്റലിൽ ഇതണക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു 2.5 വയസ്സുള്ള സമയത്ത്. അപ്പോ മോന് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് അവർ പറഞ്ഞു. എന്ന് വെച്ചാൽ അവൻ ഒരേ ടോയ്സ് തന്നെ വീണ്ടും വീണ്ടും പൊട്ടിച്ച് അത് നോക്കും, അതിനകത്തിരിക്കുന്ന എന്താണ് എന്നുള്ള ഇത് നോക്കും. പിന്നെ ഒരു അറ്റൻഷൻ ആയിട്ട് ഇരിക്കത്തില്ല, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ മോനിക്ക് 15 വയസ്സായിട്ടുണ്ട്. ഇപ്പോഴും കുട്ടിക്ക് ADHD ഉണ്ടോ? ഇല്ല. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്. നമ്മൾ ഓരോ ഡിസോർഡറും ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഏജ് ഉണ്ട്. ഒരു കാരണവശാലും 2.5 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 4.5 വയസ്സിലൊന്നും നമ്മൾ ഒരു കാരണവശാലും ADHD ഡയഗ്നോസ് ചെയ്യത്തില്ല. കാരണം ആ ഒരു ഏജിൽ ആള് കളിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ് അല്ലേ. കളിക്കുന്ന സമയത്ത് പല ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഒരു 2 വയസ്സുള്ള കുട്ടി ഒരു 25 മിനിറ്റ്, ഒരു 40 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഏതൊരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുന്നേയും, അതിനാണ് നമ്മൾ പറഞ്ഞത് കേസ് ഹിസ്റ്ററി എടുക്കണം. കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമ്മൾ ഏജ് എടുക്കുന്നുണ്ടാവും. ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു 8 മാസമുള്ള അല്ലെങ്കിൽ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടി സാധനങ്ങളൊക്കെ, ഇനെഡിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ വായിലിടുന്നത് പ്രോബ്ലം ആണോ ഇല്ലയോ?
ഒരു 2 വയസ്സ് 1.5 വയസ്സ് 2 വയസ്സുള്ള കുട്ടി എന്ത് കിട്ടിക്കഴിഞ്ഞാലും വായിലിടുന്നു. സാർ അത് കുട്ടിക്ക് അറിയില്ല, അത് എന്നാലും കാണുമ്പോ നമുക്ക് പ്രോബ്ലം ആണോ? ഇല്ല, അത് കുട്ടിക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുട്ടീനെ നമ്മൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പറയോ ഇല്ലയോ, അതാണ് ചോദിക്കുന്നത്. ഇല്ല സർ. ഇല്ലല്ലോ. ഇനി 4 വയസ്സായിട്ടുള്ള കുട്ടി ഈ സാധനം ചെയ്യുന്നു, എഡിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്താണ്, നോൺ എഡിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, വായിലിടുന്നു. ആ സമയത്ത് അതൊരു കുഴപ്പമുണ്ട്, ഒരു പ്രോബ്ലം ബിഹേവിയർ ആണ് എന്ന് പറയൂ അല്ലേ. അങ്ങനെ ഒരു പ്രോബ്ലം ബിഹേവിയർ കാണുന്ന സമയത്ത് നമ്മൾ ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കും. ഒരു 4 വയസ്സുള്ള കുട്ടിയോട് നമ്മൾ അവരുടെ പാരന്റ്സിനോട് ചോദിക്കും, ടേൺ ടേക്കിംഗ് ഉണ്ടോ, ഓക്കെ, ബാക്കിയുള്ള കുട്ടികളായിട്ട് കോപ്പറേറ്റീവ് ആയിട്ട് പ്ലേ ചെയ്യാറുണ്ടോ, ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയസ്സിൽ ഇതേ ബിഹേവിയർ നോർമൽ ആണ്, അതേസമയം ഒരു 4 വയസ്സാവുന്ന സമയത്ത് ഈ ബിഹേവിയർ നോർമൽ ആയിട്ടുള്ള ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞു 2.5 വയസ്സിലെ കുട്ടിനെ ADHD ഡയഗ്നോസ് ചെയ്യുന്നു. ഒരിക്കലും നമ്മൾക്ക് ആളുടെ ബിഹേവിയർ നോക്കിയിട്ട് ആ 2.5 വയസ്സിൽ നമുക്ക് ADHD ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? പറ്റുമോ? നമ്മൾ ഏതിന്റെ ബേസിലാണ് പറയാ കുട്ടിക്ക് പിന്നെ അറ്റൻഷൻ ഇല്ല, ഫോക്കസ് ഇല്ല എന്നുള്ളത്? അപ്പൊ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ICDയും DSM പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ADHD ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തോന്നുകയാണ് ഇത്രയും ഇതൊക്കെ ഉണ്ട്, നമ്മളുടെ തോന്നലുകൾ വെച്ചിട്ട് ഒരിക്കലും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ സിവിയറിറ്റി നോക്കണം, അതുണ്ടോ ഇല്ലയോ നോക്കണം. അതിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റും കാര്യങ്ങളും യൂസ് ചെയ്യണം. ആ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളും യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ADHD ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ 2.5 വയസ്സിൽ ADHD ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ചെക്ക് ലിസ്റ്റും ഇല്ല. ഇനി 3 വയസ്സിന് ശേഷം നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ആൻസിസ്റ്റേഴ്സിന്, നമ്മളുടെ അച്ഛൻ്റെ അച്ഛനൊക്കെ ഡയബറ്റീസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കില്ലേ, ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള. ഇപ്പൊ ഒരാൾക്ക് നമ്മളുടെ ഫാദറിനും മദറിനൊക്കെ തൈറോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് എത്രയായിരിക്കും? ഒരു 90% ഉണ്ടാവും ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു 3 months അല്ലെങ്കിൽ 6 months കൂടുന്ന സമയത്ത് നമ്മൾ റൂട്ടീനായിട്ട് ചെക്കപ്പ് ചെയ്യും അല്ലേ? അതെ. അതെന്തിനാ നമ്മൾ ചെയ്യുന്നത്? കാരണം നമ്മൾ ഹൈ ചാൻസസ് ആണ് നമുക്കത് ഉണ്ടാവാന്നുള്ളത്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെക്കപ്പിൽ ഇല്ലെങ്കിൽ പോലും ഓരോ 6 months കഴിയുന്ന സമയത്തും ഡോക്ടർ സജസ്റ്റ് ചെയ്യും. അതേപോലെ നമ്മൾക്ക് ADHDന്റെ കുറച്ച് ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വയസ്സിന് ശേഷം നമുക്ക് ഒരു സ്ക്രീനിങ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്ക്രീനിങ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. ആ ഫീച്ചേഴ്സ് ഈ കുട്ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ADHD ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ആന്ധ്രയിൽ നിന്ന് എന്റെ ക്ലിനിക്കിലേക്ക് ഒരു കൺസൾട്ടേഷൻ വന്നു. ഫാദർ ഒപ്താൽമോളജിസ്റ്റ് ആണ്. കുട്ടിക്ക് 3 വയസ്സ് 10 മാസം. ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളൊരു ചെറിയ കുട്ടികളുടെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കേസ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഏജ് എടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ അഡൽട്ട് കേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര വയസ്സെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 25, 29, 30 എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ കുട്ടികളുടെ കേസ് എടുക്കുന്ന സമയത്ത് ഏജ് കറക്റ്റ് ഇയർ, മന്ത്, ഡേയ്സ് ആ ഒരു രീതിയിൽ തന്നെ എടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഒതന്റിക് ആയിട്ട് ഒരു റെഫറൻസ്, നിങ്ങൾക്ക് എന്താ പറയാ, അസസ്മെന്റിന് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സും 8 മാസം ഒരാളെ നിങ്ങൾ ശരിക്കും എന്താണ് ഒരു അസസ്മെന്റിന് വേണ്ടി റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു 6 വയസ്സാവുന്ന സമയത്ത് മാത്രം അയച്ചാൽ മതി. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അത് നിങ്ങൾ ഇതൊക്കെ തന്നെയാണോ എൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് ആസ് എ സ്പീക്കർ? ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ ഓപ്താൽമോളജിസ്റ്റ് ആയിരുന്നു ഫാദർ വന്നിട്ട് ഒന്നും പറഞ്ഞില്ല. അപ്പം ചില ആൾക്കാരുണ്ടല്ലോ കുറച്ചും കൂടി കണ്ണിങ് ആയിരിക്കും. എന്തെങ്കിലും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും കൺസൾട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുട്ടിക്ക് ഓൾറെഡി സെറിബ്രൽ പാൽസി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും കൂടുതലില്ല. ആളുടെ റൈറ്റ് ഹാൻഡ് അധികം ഡോമിനന്റ് അല്ല. റൈറ്റ് ഹാൻഡും റൈറ്റ് ലെഗും അധികം ഡോമിനന്റ് അല്ല. ഓക്കെ. ഞാൻ കാര്യങ്ങളും കേസ് ഹിസ്റ്ററി എടുത്തു, അസസ്മെന്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. പോകുന്ന സമയത്ത് ആൾ എന്നോട് ചോദിച്ചു, എൻ്റെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ആ വേർഡ് ഉപയോഗിച്ചിട്ടേ ഇല്ല. നിങ്ങൾ എൻ്റെ മുന്നിൽ 1.5 മണിക്കൂറായിരിക്കുന്ന ഓട്ടിസം എന്ന് പറയുന്ന വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്താണ് പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ശരിക്കും ഞാനൊരു 2, 3, 4 ഹോസ്പിറ്റൽസിനെ കൺസൾട്ട് ചെയ്തു. ആന്ധ്രയിൽ 2 ഹോസ്പിറ്റൽ, ഹൈദരാബാദിൽ 2 ഹോസ്പിറ്റൽ, ഇത് 3ാമത്തെയാണ്. അപ്പം ലാസ്റ്റ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്നുള്ളതിലാണ് ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പം 2 ഹോസ്പിറ്റലിൽ നിന്ന് 2 ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്നാണ്. ഓക്കെ.
ബാക്കിയുള്ള 3 സ്ഥലത്തൊന്നും കുട്ടിക്ക് ഓട്ടിസം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സിവിയർ ഓട്ടിസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വേർഡ് ഉപയോഗിച്ചപ്പോൾ തന്നെ പാരന്റ്സിനാകെ തളർന്നുപോയി. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കുട്ടീനെ കാണുന്ന സമയത്ത് ഫീച്ചേഴ്സ് മാത്രമേ കുട്ടിക്കുള്ളൂ എങ്കിൽ നമ്മൾ ഒരിക്കലും ഇതാണ് ഡയഗ്നോസിസ് എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുക, ഓടിക്കളിക്കുക, നമുക്ക് എന്തു പറയാം, കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റീന്റെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറയാം. അല്ലാണ്ട് കുട്ടിക്ക് ADHD ആണ് എന്നുള്ളത് നമ്മളുടെ വായിന്ന് ഒരിക്കലും വരാൻ പാടില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ്, മർഡർ ഈസ് ബെറ്റർ ദാൻ മിസ്ഡയഗ്നോസിസ്. അങ്ങനെ പറഞ്ഞെന്താ? മർഡർ ഈസ് ബെറ്റർ ദാൻ മിസ്ഡയഗ്നോസിസ്. മനസ്സിലായോ? കാരണം നമ്മളൊരു ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുടെ ലൈഫ് ലോങ് ആയിട്ടൊരു ടാഗ് ലൈൻ ആയിട്ട് പോകും. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ADHD ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് മിനിമം 6 വയസ്സായിരിക്കണം. അതിനുശേഷം ഒരു ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ക്ലോസ് അറ്റൻഷൻ ഇല്ലാതിരിക്കും. അതായത് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്തിട്ട് എന്താ പറയുക, ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റില്ല, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു ഡയറക്റ്റ്ലി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു 3 ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ 1ാമത്തെയും 3ാമത്തെയും ചെയ്യും, ചിലപ്പോൾ 2ാമത്തെ അവർ മറന്നുപോകും. പിന്നെ അതേപോലെ ഒരു ഓർഗനൈസ് ചെയ്തിട്ട് ടാസ്കും ആക്ടിവിറ്റീസും ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സമയത്ത് എപ്പോഴും പെന്ന് കാണാതാവുക, സ്കൂളും പിന്നെ ബുക്ക് കാണാതാവുക, ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ചൊരു ഹൈ മെന്റൽ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് എന്താ ഒരു ട്രൈ പോലും ചെയ്യത്തില്ല, അവരത് അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു 5-6 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ADHDയിലെ ഇൻഅറ്റൻഷൻ പറയും. ഇപ്പൊ നിങ്ങൾ നേരത്തെ 3 ആൾക്കാർ 3 കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഒരാൾ ഇൻഅറ്റൻഷന്റെ ക്യാരക്ടറിസ്റ്റിക്സാണ് പറഞ്ഞത്, ഒരാൾ ഹൈപ്പർ ആക്ടിവിറ്റിന്റെയാണ് പറഞ്ഞത്, ഒരാൾ ഇമ്പൾസിവിറ്റിന്റെയാണ് പറഞ്ഞത്. അപ്പം ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഇത് 3ഉം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് കുട്ടി ഓടിച്ചാടി നടക്കുന്നൊന്നും ഉണ്ടാവില്ല, ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആർ യു പീപ്പിൾ ഗെറ്റിംഗ് മീ ക്ലിയർ? ഞാൻ സ്പീഡ് ആവുന്നില്ലല്ലോ? ഓക്കെ, പറഞ്ഞ മനസ്സിലാവും. അതായത് ആള് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കുട്ടിക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർലെസ് ആയിട്ട് മിസ്റ്റേക്സ് ആക്കുന്നുണ്ട്. ഇൻഅറ്റൻഷന്റെ ഒരു 6 ക്രൈറ്റീരിയയിൽ 3-4 ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ നമ്മളെ കുട്ടീനെ എന്താ വിളിക്കുക? ADHD എന്ന് വല്ല പറയാ. ADHD പ്രിഡോമിനന്റ്ലി ഇൻഅറ്റൻഷൻ പ്രോബ്ലം. മനസ്സിലായോ? ADHD ആണ്, പക്ഷെ ADHDയിൽ കുട്ടിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഇൻഅറ്റൻഷൻ എന്ന് പറയുന്ന സാധനമാണ്. ഇനി നേരത്തെ പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒരു ചെയറിൽ ഇരുത്തി കഴിഞ്ഞാൽ അവന് അടങ്ങിയിരിക്കാൻ പറ്റില്ല, വെറുതെ ഇങ്ങനെ കയ്യും കാലും കൊണ്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ആവുന്ന സമയത്ത് ഒരു പെർമിഷനും ഇല്ലാതെ എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഓക്കെ, പിന്നെ ഭയങ്കര എക്സസീവ് എനർജി ഉണ്ടായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ജനലിന്റെ മേലെ തൂങ്ങി കയറുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഒരു സംഭവം കളിക്കുന്ന സമയത്ത് ആ ഒരു ഗെയിം ഫുൾ ആള് ഫിനിഷ് ചെയ്യില്ല, പകുതി കിട്ടിട്ട് മറ്റേ ഗെയിമിലേക്ക് പോകും. ഈവൻ അത് കളിക്കുന്ന സമയത്ത് ആൾ എന്തെങ്കിലും സൗണ്ട് ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. ഇതൊക്കെയാണ് ഹൈപ്പർ ആക്ടിവിറ്റിന്റെ സാധനം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കാം, ഒരു കുട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അറ്റൻഷൻ ഉണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയാം? ADHD പ്രിഡോമിനന്റ്ലി. നേരത്തെ നമ്മൾ പറഞ്ഞത് കുട്ടിക്ക് അറ്റൻഷന്റെ പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ നമ്മൾ ADHD പ്രിഡോമിനന്റ്ലി ഇൻഅറ്റൻഷൻ എന്ന് പറഞ്ഞു. ക്ലിയർ? ഇനി ഇപ്പുറത്ത് വരുന്ന സമയത്ത് ADHD പ്രിഡോമിനന്റ്ലി എന്തായിരിക്കും? ഹൈപ്പർ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഒരു കുട്ടിക്ക് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇൻഅറ്റൻഷന്റെയും ഹൈപ്പർ ആക്ടിവിറ്റിന്റെയും എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവണം നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും, ഇൻഅറ്റൻഷന്റെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഹൈപ്പർ ആക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ചില കുട്ടികൾക്ക് രണ്ടും ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ പറയാ ADHD കമ്പൈൻഡ് ടൈപ്പ് എന്ന് പറയാം. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എടുത്ത് പഠിക്കുന്ന സാധനമാണ്. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് ഒതുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്സ്. കറക്റ്റ്? ഓക്കെ, ഇനി ഇതിന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മളൊരു കുട്ടീനെ 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കണ്ടത് കൊണ്ട് നമ്മളെ കുട്ടീനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ എന്തായാലും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ പാരന്റ്സിനോടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ബിഹേവിയറൽ ഒബ്സർവേഷൻ മസ്റ്റ് ആണ്.
ഇപ്പം ഞാൻ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഓൺലൈൻ കൺസൾട്ടേഷനിൽ പാരൻസിന്റെ വേർഷൻ മാത്രം കേട്ടിട്ട് നിങ്ങൾ ഒരു അസംഷനിൽ എത്താൻ പാടില്ല. പരമാവധി നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ, ഡയറക്റ്റ് ആയിട്ട് എന്താ പറയുക, നിങ്ങൾ ആ കുട്ടീനെ കാണാൻ നോക്കുക. ഇനി അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലെങ്കിലും ആ കുട്ടീൻ്റെ ബിഹേവിയേഴ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ നോക്കുക. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ എന്തേ, ഇപ്പൊ കോവിഡിന്റെ സമയത്തൊക്കെ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു ടെക്നിക്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടീൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ടാവുമല്ലോ, കളിക്കുന്ന വീഡിയോസ്, ബാക്കിയുള്ള ഇന്ററാക്ട് ചെയ്യുന്ന വീഡിയോസ്, അതെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാൻ പറയാം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ കുട്ടീനെ ഒരു പക്ക ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് പാരൻസിന്റെ വേർഷൻ വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അബ്സംഷനിലേക്ക് എത്താൻ പാടില്ല. ക്ലിയർ? ഇനി ഈവൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുട്ടീനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ടബറിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പഴയ വീഡിയോസ്, എസ്പെഷ്യലി കുട്ടി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയത് അല്ലെങ്കിൽ കുട്ടി ബാക്കിയുള്ളതായിട്ട് കളിക്കുന്ന വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടി നാച്ചുറൽ സെറ്റിംഗ്സിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. ക്ലിയർ? ഓക്കെ. പിന്നെ എസ്പെഷ്യലി ADHD തന്നെയാണ് ഞാൻ വരുന്നത്. ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഇനി പാരന്റിന്റെ വേർഷൻ മാത്രം കേട്ടിട്ടും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല. കുട്ടി സ്കൂളിൽ പോവുകയാണെങ്കിൽ സ്കൂൾ ഹിസ്റ്ററി പക്ക ആയിട്ട് നമ്മൾ എടുക്കണം. ചില അസസ്മെന്റ് നമ്മൾ ഏകദേശം ഒരു 6 വയസ്സ് 8 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ കൂടി അസസ്മെന്റ് എടുക്കും. കാരണം ഒരു ADHD ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ കുട്ടി 2 സെറ്റിംഗ്സിലും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പ്രോബ്ലം ഉണ്ടാവണം. അപ്പൊ കുട്ടീൻ്റെ 2 സെറ്റിംഗ്സ് എന്തൊക്കെയാണ്? കുട്ടി ഏതൊക്കെ സെറ്റിംഗ്സിലാണ് പോകുന്നുണ്ടാവുക? ഒന്ന് ഹോം എൻവിറോൺമെന്റ്, മറ്റേത് സ്കൂൾ എൻവിറോൺമെന്റ്. അപ്പൊ ഈ 2 എൻവിറോൺമെന്റിലും ഈ പ്രോബ്ലംസ് പെർസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബിഹേവിയേഴ്സ് എൻവിറോൺമെന്റിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർ പറയാറുണ്ട്, കുട്ടി മദ്രസയിലിരിക്കും, സ്കൂളിലിരിക്കില്ല. മദ്രസയിൽ ആൾക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ സ്കൂളിലാണ് പ്രോബ്ലം. ആ കുട്ടി നമുക്ക് ADHD ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ഇവിടുത്തെ എൻവിറോൺമെന്റിന്റെ പ്രശ്നമാണ്. അപ്പം അറ്റ്ലീസ്റ്റ് 2 സെറ്റിംഗ്സിൽ ഈ പ്രോബ്ലം പെർസിസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മളുടെ ബിഹേവിയർ ഒബ്സർവേഷനിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇതേപോലത്തെ പിന്നെ ADHD നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നതിന്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെയാണ്, പെട്ടെന്ന് കുറച്ച് ഫീച്ചേഴ്സ് മാത്രം കണ്ടതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസിസിലേക്ക് പോകാൻ പാടില്ല. ക്ലിയർ? ഇനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ODD, ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ, കണ്ടക്ട് ഡിസോർഡർ, ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി. ഈ ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡറും കണ്ടക്ട് ഡിസോർഡറും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിലേക്ക് വരില്ല, മറിച്ച് അതർ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്കാണ് വരുന്നത്. ഇനി എന്താണ് ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ, കണ്ടക്ട് ഡിസോർഡർ? ODD, CD, എനിവൺ? കൂടുതലായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നുണ പറയാ, ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ നോംസ്, സോഷ്യൽ റൂൾസ് വയലേറ്റ് ചെയ്യുക. ഓക്കെ, കൂടുതലായിട്ടും എന്താ പറയല്, പബ്ലിക് പ്രോപ്പർട്ടീസ് ഡാമേജ് ചെയ്യുക, ഇങ്ങനത്തെ സാധനങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡറും കണ്ടക്ട് ഡിസോർഡർ ഒക്കെ ചെയ്യുക. ഈവൻ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ ഒക്കെ ഒരു അതർ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിലാണ് വരിക, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിൽ വരാറില്ല. ഇനി ADHD പോലെ തന്നെ ഭയങ്കര ഒരു കോമൺ ആയിട്ടുള്ള അടുത്ത ഒരു ഡിസോർഡറാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് എല്ലാത്തിന്റെയും ഒരു ഔട്ട്ലൈൻ വന്നിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാല്? പറഞ്ഞോ, ഇതുവരെ കേട്ടിട്ടുണ്ടോ? മെന്റൽ റിട്ടാർഡേഷൻ കേട്ടിട്ടുണ്ടോ? MR ആയിട്ടുള്ള കുട്ടികൾ എന്നൊക്കെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യാറില്ല, ആ വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അപ്പൊ ഇനി എന്താണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി? കൗൺസിലർ എന്തല്ല പറഞ്ഞോ. മോട്ടോർ ഫംഗ്ഷനെ ബാധിക്കുന്ന ആയിരിക്കും. മോട്ടോർ ഫംഗ്ഷനെ ബാധിക്കുന്നതായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണ്? അവർക്ക് അവരുടേതായ മൂവ്മെന്റ്സുകളൊന്നും കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ ആ വേർഡ് ഉപയോഗിച്ചാണോ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചാണോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നേ? അല്ല, മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ഈവൻ അവരുടെ എല്ലാ മൂവ്മെന്റ്സിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാറില്ലേ? ഓക്കെ,
ഇപ്പൊ ഞാനതിൽ മോട്ടോർ എന്നൊന്നും പറയില്ല, ശരിക്കും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ചിലപ്പം എപ്പോഴും മോട്ടോർ പ്രശ്നം ഉണ്ടാവണം നിർബന്ധമില്ല. ഇല്ല, അവരുടെ സംസാരത്തിലൊക്കെ വ്യത്യാസങ്ങൾ കാണാറില്ലേ? സംസാരത്തിൽ കാണാൻ പറ്റും, ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. പക്ഷെ ഒരു മോട്ടോർ ഫംഗ്ഷനിങ് നമ്മൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പറയുന്ന സമയത്ത് ഇപ്പൊ ഇതിലാരെങ്കിലും ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? സോഷ്യൽ എബിലിറ്റി കുറവായിരിക്കും, സോഷ്യൽ മിംഗ്ലിംഗ് കുറവായിരിക്കും. അവിടെയാണ് വീണ്ടും വരുന്നത്. ഇപ്പോഴും ഒരു സോഷ്യൽ മിംഗ്ലിംഗ് കുറവായത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടിന്റെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയാം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ്. മെയിൽ സ്റ്റോൺ ഡിലേ ആവാം. മെയിൽ സ്റ്റോൺ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അതാണ്. ഫോർ എക്സാമ്പിൾ 2 വയസ്സാവുന്ന സമയത്ത് കുട്ടി നടന്നിട്ട് ഒരു വയസ്സാവുന്നത് ഒരു 12-15 മാസമാവുന്ന സമയത്ത് കുട്ടി നടന്നിട്ടുണ്ടോ, ഡിലേ ആയിട്ടുണ്ടോ, സ്പീച്ച് ഡിലേ ആയിട്ടുണ്ടോ? ഇതേപോലെ തുടങ്ങിയിട്ട് എല്ലാ ഡിലേസും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കുട്ടി എന്ത് ചെയ്യില്ല എന്ന് വെച്ചാൽ ഒരു 7 വയസ്സുള്ള കുട്ടി ഒരു 7 വയസ്സുള്ള പോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 5-4 വയസ്സുള്ള കുട്ടിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അത് അവരുടെ സോഷ്യോ അഡാപ്റ്റീവ് ഫങ്ഷനിങ് ഡിലേ ആവുന്ന സമയത്ത്, പിന്നെ അവരുടെ പ്രോബ്ലം സോൾവിങ്, തിങ്കിങ്, ഡിസിഷൻ മേക്കിങ്, കോംപ്രിഹെൻഷൻ ഇതൊക്കെ കുറയുന്ന സമയത്താണ് നമ്മൾ അതിനെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയാം. അത് വിളിക്കണമെങ്കിൽ പോലും നമ്മൾ അതിനാണ് നമ്മൾ IQ ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ, കുട്ടിന്റെ ഇന്റലിജൻസ് അസസ് ചെയ്യാന്നുള്ളത്. പല കാര്യത്തിനു വേണ്ടിയിട്ട് ഇന്റലിജൻസ് അസസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ IQ സ്കോർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി നമ്മൾ ഡയഗ്നോസ് ചെയ്യാം. ഓക്കെ, ഇനി അതിൽ തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഈ സിവിയറിലും പ്രൊഫൗണ്ടിലും ചിലപ്പം കുട്ടികൾക്ക് മോട്ടോർ ഇഷ്യൂസ് ഉണ്ടാവാം, നേരത്തെ പറഞ്ഞതുപോലെ. ഫോർ എക്സാമ്പിൾ പ്രൊഫൗണ്ട് എന്തായാലും ബെഡ് റിഡൻ ആയിരിക്കും. അവർക്ക് എന്തായാലും ഫുൾ നമ്മളതിനെ കസ്റ്റോഡിയൽ എന്നൊക്കെയാണ് പറയുക. അവർക്ക് ഈവൻ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. അതേസമയം മൈൽഡും മോഡറേറ്റും ഒരു മോട്ടോർ മൂവ്മെന്റ്സ് ഉണ്ടാവും. വേറെ കോമോർബിഡിറ്റി ഒന്നും ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തുണ്ടാവില്ല, ഇപ്പൊ നിങ്ങൾ കുട്ടി ആരെങ്കിലും ഇതിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ 30 കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സാധനം മനസ്സിലാവില്ല. നമ്മൾ അവർക്ക് വീണ്ടും 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 പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ IQ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാം ഒരു ആവറേജ് ഇന്റലിജൻസ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ അറിയണം എന്താണ് ആവറേജ് ഇന്റലിജൻസ്, എത്രയാണ് ആവറേജ് ഇന്റലിജൻസ് നമ്മൾ അറിയണം. എന്താണ് ആവറേജ് ഇന്റലിജൻസ്? ഒരു കുട്ടിയുടെ ആവറേജ് ഇന്റലിജൻസ് എത്രയാണ്? കുട്ടീൻ്റെതല്ല, ഈവൻ എവരി വൺ. കുട്ടികൾ എന്തായാലും മൈൽ സ്റ്റോൺ അല്ല, നമ്മളൊരു IQ ടെസ്റ്റ് ചെയ്തേനെ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൗൺസിലിംഗ് സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്നോണ്ടെന്ന് പറഞ്ഞാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കിട്ടാണ് കുട്ടിയുടെ IQ ആവറേജ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? കുട്ടിക്ക് എത്ര IQ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലൊരു സെറ്റിംഗ്സിലാണെങ്കിൽ എബോ 85 നമ്മൾ കൊടുക്കാറുണ്ട്, ആവറേജ് ഇന്റലിജൻസ് ആണെന്നുള്ളത്. ഇനി 70 to 84 നമ്മൾ അതിനെന്താ വിളിക്കുക? 70 മുതൽ 84 വരെയുള്ള ഇടയിലാണ് കുട്ടിക്ക് സ്കോർ വന്നിട്ടുള്ളത്. അത് നമ്മൾ എന്താണ് പറയാ? ഡെഫിനറ്റ്ലി ബോർഡർ ലൈൻ ഇന്റലിജൻസ് എന്ന് പറയും. നമ്മളൊരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് വരുമ്പോൾ നമ്മൾ സ്ലോ ലേണേഴ്സ് എന്ന് പറയും, കുറച്ചും കൂടി സ്ലോ ലേണേഴ്സ് ആണ്. ഇനി 70 താഴെ വരുന്നുണ്ടെങ്കിൽ മൈൽഡ്, അപ്പോഴാണ് MR എന്ന വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ സെഷന്റെ ഒരു ടേക്ക് അവേ ആയിട്ട് നിങ്ങൾ എടുക്കാം, മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ ഈ സ്കോറിന്റെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ID ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയാം. അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലാസ് സെക്ഷൻസിലാണെങ്കിലും കുട്ടികളുടെ അടുത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് നല്ല ഗവൺമെന്റ് ആ വേർഡ് ബാൻ ചെയ്തിട്ടുണ്ട്. ആ വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. അവർ റിട്ടാർഡഡ് അല്ല, ഇന്റലക്ച്വലി ആയിട്ടുള്ള അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഡിസബിലിറ്റി എന്ന് വിളിക്കുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. പണ്ടത്തെ പഴയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. പക്ഷെ ഇന്റലക്ച്വൽ മെന്റൽ റിട്ടാർഡേഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഒരു പുതിയ ഫോമിലൊന്നും കാണാൻ പറ്റില്ല. ഇവരിപ്പോ നിങ്ങൾ സ്കൂൾ സെറ്റിംഗ്സിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്, മെന്റൽ റിട്ടാർഡേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇതിന്റെ ബേസിലാണ് നമ്മൾ മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നൊക്കെ പറയാം. ഇതെന്തിനാ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്? കുട്ടിക്ക് മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്, മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെന്നൊക്കെ എന്തിനാ നമ്മളിങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത്? ഡയഗ്നോസ്റ്റിക് ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു
ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റെമഡി കൊടുക്കാൻ എങ്ങനെ വേണ്ടി. നമ്മൾ ഹെൽപ്പ് കൊടുക്കാം? ഇപ്പൊ നമ്മൾ പൊതുവേ നമ്മൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്യുക പ്രൊഫൗണ്ടും സിവിയറും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അതേസമയം ഒരു സ്കൂളിൽ പോകുന്ന സമയത്താണ്, സ്കൂളിൽ തുടങ്ങി 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ എത്തുമ്പോഴൊക്കെയാണ് സ്കൂൾ ടീച്ചേഴ്സ് പാരന്റ്സിനോട് പറയാം കുട്ടി തീരെ അക്കാഡമിക് കംപ്ലൈൻസ് ആയിട്ടാണ് കൂടുതലും ഇങ്ങനത്തെ കുട്ടികൾ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ പറയണം ഓക്കെ കുട്ടീനെ നമുക്ക് IQ ടെസ്റ്റ് ചെയ്യണം. IQ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് 54 അല്ലെങ്കിൽ 60 ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ 60 എന്ന് പറയുന്നത് മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്. ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത്? അതിനുശേഷമുള്ള ബെനിഫിറ്റ് എന്താണ്? അവർക്ക് സ്പെഷ്യൽ കെയർ ആവശ്യം. സ്ലോ ലേണിംഗ് ഏജ് ആയിരിക്കും പൊതുവെ. ലോ ലേണേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആ ടേം യൂസ് ചെയ്യാം. ലേണിംഗിൽ എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ സർ, നമുക്ക് ഈ ഒരു IQ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം വേണം കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ്, എഡ്യൂക്കേഷണൽ പ്ലാനിങ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യേണ്ടത് ഇതിന്റെ ബേസിലാണ്. കാരണം മൈൽഡ് ആണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് ഇനി കുട്ടീനെ പഠിപ്പിക്കേണ്ടത്, മോഡറേറ്റ് ആണെങ്കിൽ ആ കുട്ടീനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. കാരണം ചിലപ്പോൾ മോഡറേറ്റ് കുട്ടീനെ നമ്മൾ ഒരു അക്കാഡമിക്സിലേക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ നിൽക്കൂല. അവരുടെ നമ്മൾ മാക്സിമം ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് മടക്കാൻ പഠിപ്പിക്കാം, ബ്രഷ് എടുത്തിട്ട് കളർ പഠിപ്പിക്കുക, എന്താ പറയാ ബ്രഷിങ് ചെയ്യാൻ പഠിപ്പിക്കുക. മനസ്സിലായില്ലേ? മാക്സിമം ഇൻഡിപെൻഡന്റ് ആക്കാനാണ് നോക്കുക. അതേസമയം മൈൽഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കറൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇന്റർവെൻഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമ്മൾ ഡയഗ്നോസിസ് ചെയ്തിട്ട് പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇനി ഈ കുട്ടീനെ എങ്ങനെ എത്രത്തോളം ഒപ്റ്റിമം ലെവലിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ബിഹേവിയറൽ ആയാലും അക്കാഡമിക്സ് ആയാലും. ഇനിയിപ്പോ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സിവിയർ കുട്ടിയാണ് വരുന്നത്. അപ്പൊ നമ്മളവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ട്രാഫിക് സിഗ്നൽസ് എങ്ങനെയാണ് ശരിക്കും കണ്ടാൽ മനസ്സിലാവേണ്ടത്, ബേസിക് കളേഴ്സ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് പഠിപ്പിക്കുക. ക്ലിയർ? ഇനി അടുത്ത ചില സമയത്ത് കുട്ടി ഇതേപോലെ അക്കാഡമിക്സിൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ IQ ടെസ്റ്റ് ചെയ്തു, ഭയങ്കര ബുദ്ധിമുട്ട് അക്കാഡമിക്സിൽ. പക്ഷെ നമ്മൾ ടീച്ചേഴ്സ് പറയാണ് അവന് സംസാരിക്കുന്ന സമയത്തൊക്കെ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല, കളിക്കാനൊക്കെ ഉഷാറാണ്, പക്ഷെ അക്കാഡമിക്സിലാണ് പ്രശ്നം. ഓക്കെ, അപ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു IQ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, IQ ടെസ്റ്റ് ചെയ്യാൻ തന്നെ നമ്മൾക്ക് തോന്നുന്ന IQ ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഒരു ഡിസോർഡർ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ 2 or 3 ടെസ്റ്റാണ് പറയുന്നത്. ആ 2 or 3 ടെസ്റ്റ് വെച്ചിട്ട് നമുക്കൊരു മെഡിക്കലി ഓക്കെ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളത് IQ ടെസ്റ്റ് ചെയ്ത സമയത്ത് 90 ഉണ്ട്, 95 ഉണ്ട്, 100 ഉണ്ട്, ബട്ട് സ്റ്റിൽ കുട്ടിക്ക് അക്കാഡമിക് പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മൾ എന്തായിരിക്കും കുട്ടീനെ വിളിക്കുക? കുട്ടിക്ക് എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക? ലേണിംഗ് ഡിസബിലിറ്റിയിലോട്ടേക്ക് പോകും സർ. ശരാശരി IQ ഉണ്ടായിട്ടും അപ്പോഴാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ IQ ടെസ്റ്റ് ചെയ്തു, IQ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ആവറേജ് വന്നിട്ടുണ്ട്, പക്ഷെ ടീച്ചേഴ്സിന്റെ കൺസേൺസ് അക്കാഡമിക് പ്രോബ്ലംസ് ആണ്. IQ നമുക്ക് ഇത്രയും കിട്ടി. അപ്പോഴാണ് നമ്മൾ അതിന് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ സമയത്ത് നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ADHD ചിലപ്പോൾ നമ്മൾ നോക്കും. കാരണം നമ്മൾ IQ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടി നമ്മളുടെ മുന്നിൽ 1.5 മണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് മനസ്സിലായി ഒരു ആക്ടിവിറ്റി കൊടുത്ത സമയത്ത് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇതേ സാധനം ആയിരിക്കൂലേ കുട്ടിക്ക് അക്കാഡമിക് സെറ്റിംഗ്സിൽ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ചിലപ്പം ADHD ടെസ്റ്റ് ചെയ്യും. അതല്ല ADHD ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് പോകും. ക്ലിയർ? അപ്പോഴാണ് പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് വരുന്നത്. അതിന്റെ അണ്ടറിൽ തന്നെ ഒരു 3 or 4 സാധനങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ് കേട്ടിട്ടുണ്ടാവല്ലോ? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഐഡിയുടെ ഡയഗ്നോസ്റ്റിക് ഏജ് ഉണ്ട് സർ, എത്ര പ്രായമായാലും നമുക്കത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഐഡിക്ക് നമ്മൾ പൊതുവെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയാ 6 വയസ്സിന് ശേഷമാണ്. ഓക്കെ, കാരണം ആ സമയത്താണ് നമ്മളൊരു പക്ക IQ ടെസ്റ്റ് യൂസ് ചെയ്യുക. 6 വയസ്സിന് മുന്നേ ഐഡിയുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെങ്കിൽ നമ്മളതിനെ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്നാണ് പറയാ, GDD. ഓക്കെ ഓക്കെ സർ. ഇനി എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? സോറി, ലേണിംഗ് ഡിസബിലിറ്റി അല്ലേ? ഇനി അപ്പോഴും നമ്മൾ പറയാണ് നമ്മളുടെ മുന്നിലിരിക്കുമ്പോൾ നമ്മളോട് ടീച്ചേഴ്സ് പറയുന്ന അല്ലെങ്കിൽ പിന്നെ മദർ പറയുന്നത് കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ഡയഗ്നോസ് ചെയ്യാ? ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂല. കാരണം അവര് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഡിസ്ലെക്സിയ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിന്റെ അസസ്മെന്റ് ചെയ്യും.
എന്നിട്ട് തീരുമാനിക്കണം കുട്ടിക്ക് ഡിസ്ലെക്സിയ ഉണ്ടോ ഇല്ലയോ. ഓക്കെ, ഇനി 5ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി 4ാം ക്ലാസ്സിലത് മൊത്തം വായിക്കുന്നുണ്ട്, 5ാം ക്ലാസ്സിലത് വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് 4ാം ക്ലാസ്സിലത് വായിക്കാൻ പറ്റുന്നുണ്ട്, 5ാം ക്ലാസ്സിൽ വായിക്കാൻ പറ്റുന്നില്ല. ലേണിംഗ് ഡിസബിലിറ്റി അല്ലേ? ടീച്ചർ മാറ്റിയാൽ മതി സാർ. സർ, ലേണിംഗ് ഡിസബിലിറ്റി ആവാൻ സാധ്യതയില്ല. നോർമലി ലേണിംഗ് ഡിസബിലിറ്റിന്റെ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് 5ാം ക്ലാസ്സിൽ വരുന്ന കുട്ടിയാണെങ്കിലും 4ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ സിലബസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് വരാൻ സാധ്യത കുറവാണ്. ലേണിംഗ് ഡിഫിക്കൽട്ടി ആണ്. ഓക്കെ, അതായത് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് താഴെയുള്ള കുട്ടി, ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് 3ാം ക്ലാസ്സിലെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക ലേണിംഗ് ഡിസബിലിറ്റി പറയാം. മനസ്സിലായോ? അപ്പൊ മറ്റേതെന്താ പറയാ, പഠനത്തിലുള്ള ബുദ്ധിമുട്ടാണ്, പഠന വൈകല്യല്ല. കാരണം പഠനത്തിലുള്ള ബുദ്ധിമുട്ട് പല കാരണങ്ങളുണ്ടാവും. ആ 2 വർഷത്തിൽ ചിലപ്പോ കോവിഡ് വന്നു, ചിലപ്പോൾ 2ാം ക്ലാസ്സിലെ കുട്ടി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, 3ഉം 4ഉം ഓൺലൈൻ ക്ലാസ് ആണ്, 5ാം ക്ലാസ്സിലാണ് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഇപ്പൊ ഈ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, കുട്ടിക്ക് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഭയങ്കരമായിട്ട് മാർക്കുറവ്. ഒരു റീസണും ഇല്ല, കുട്ടി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ഫാമിലീസിൽ എടുത്ത സമയത്ത് അവർ ഫാമിലിയിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് അറിഞ്ഞത് കുട്ടീൻ്റെ ചേച്ചി ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നു, കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പം ഫാദറും മദറും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇതായിപ്പോയി, കുട്ടീൻ്റെ അക്കാഡമിക്സിലേക്ക് ശ്രദ്ധിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ ഈ ഒരു എൻവിറോൺമെന്റ് നോക്കാതെ നമ്മൾ ഓക്കെ കുട്ടിക്ക് പഠനത്തിൽ 2 വർഷം വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഇതാണ്, നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടീനെ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം, എന്നിട്ട് മാത്രം ഡയഗ്നോസിസിലേക്ക് പോവാം. ഓക്കെ, ഇനി ഈവൻ ഡയഗ്നോസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെറുതെ ആർക്കെങ്കിലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എംഫിൽ ആർ സി ഐ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന, അപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്കാരാണ്, ഇല്ലേ? ഫോർ എക്സാമ്പിൾ, പെട്ടെന്നൊരു ഹാർട്ടിന്റെ വേദനയോ അല്ലെങ്കിൽ അങ്ങനെ പറ്റിയെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാഷ്വാലിറ്റിയിലേക്കാണ് പോവുക, അല്ലേ? നമുക്കറിയില്ല എന്താ പറ്റിയെന്ന് അറിയില്ല പേഷ്യന്റിന്, ഇല്ലേ? അതേപോലെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ക്ലൈന്റ് വന്നിട്ടുണ്ടാവുക. അപ്പൊ ആസ് എ ബെസ്റ്റ് ഡോക്ടർ അവരെന്താ ചെയ്യുക, കാർഡിയോളജിസ്റ്റിനെ റെഫർ ചെയ്യും. ക്ലിയർ? ഇത് എവിടത്തേക്കാണ് റെഫറൻസ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ബെസ്റ്റ് സ്കില്ലാണ്. എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു പ്രാവശ്യം സെഷൻ എടുക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായി, നമ്മൾ PG കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഈ കൗൺസിലിങ്ങിന്റെ 1 വർഷത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്കൊന്നും പറ്റില്ല എന്നല്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റെഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കറക്റ്റ് സമയത്ത്, ഇല്ലേ? അതേപോലെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത്. എന്താണ് സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിസോർഡർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ADHD എന്ന് പറഞ്ഞ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ലേമാൻ പറയുന്നത് പോലെ സംസാരിക്കാതെ അതിന്റെ ഓത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത് ഇങ്ങനെയൊക്കെയാണ് ഫീച്ചേഴ്സ്, ഇതിന്റെ ഇന്റർവെൻഷൻ ഇങ്ങനെയൊക്കെയാണുള്ളത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എവിടെ പോയിട്ടാണ് ഇതിന്റെ അസസ്മെന്റും കാര്യങ്ങളും ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഐ തിങ്ക് 7:55 ആയി. എന്താ ഞാൻ ചെയ്യേണ്ടത്, ഡിസോർഡറിനെ പറ്റി പറഞ്ഞ് തീരൂല. അറ്റ്ലീസ്റ്റ് ഞാൻ ഇതിനൊരു മാനേജ്മെന്റിന്റെ ഒരു കോഴും കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കുട്ടികൾക്കൊക്കെ ഓക്കെ പ്രോബ്ലം ബിഹേവിയേഴ്സ് ഉണ്ടാവും, ID കുട്ടികളായിക്കോട്ടെ, ADHD കുട്ടികളായിക്കോട്ടെ. ഈ പ്രോബ്ലം ബിഹേവിയേഴ്സിനെ മാനേജ് ചെയ്യാന്നുള്ളതും നമ്മൾക്ക് പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഒരു കുട്ടി ഏതെങ്കിലും ഒരു പ്രോബ്ലം ബിഹേവിയർ പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രോബ്ലം ബിഹേവിയർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ള കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ ഒരു അറ്റൻഷൻ കുറവുണ്ട്, അതായത് സ്റ്റോറി പറഞ്ഞിട്ടും അതേപോലെ തന്നെ വീഡിയോ ഓഡിയോ കേട്ടിട്ട് പോലും അതിലേക്ക് ശ്രദ്ധിക്കാതെ വരുന്ന ഒരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടു. 1-to-1 ആയിട്ട് നിങ്ങൾ കൊടുത്തു നോക്കിയോ, ഒറ്റക്ക് ഇരുത്തിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തു നോക്കിയോ? ഇല്ല, അതായത് ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നു, ഇവര് 1-2 ആളുകൾ മാത്രം. മനസ്സിലായി, ആ ഒരു എക്സെപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ കുട്ടിക്ക് ഒറ്റക്കായിട്ട് 1-to-1 ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയോ? അവര് നോക്കിയിട്ടുണ്ടോ? നമ്മളെന്ത് ചെയ്തു, പേര് വിളിച്ചു, അല്ലെങ്കിൽ അതിൽ അവരെ എനിക്ക് മനസ്സിലായി, കുട്ടിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇന്നറ്റൻഷന്റെ ഒരു പ്രോബ്ലം. ഇപ്പൊ പറഞ്ഞ ഒറ്റൊരു ഫീച്ചേഴ്സ് വെച്ചിട്ട് മാത്രം നമുക്ക് ഇന്നറ്റൻഷൻ പറയാൻ പറ്റില്ല. അതേസമയം ഒറ്റക്കൊറ്റക്ക് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് കുട്ടിക്ക് വെച്ച് നോക്കി നോക്കുക. ഓക്കെ, എവിടെയാണ് ഡിഫിക്കൽട്ടീസ് ഉണ്ട് നമ്മൾ നോക്കണം.
ഓക്കെ. എന്നിട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ റെഫർ ചെയ്യേണ്ടി വരും. അത്രയും പ്രോബ്ലം കാണുന്നുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ പ്രോബ്ലം ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഭയങ്കര സ്പിറ്റിംഗ് ബിഹേവിയർ, ഭയങ്കരമായിട്ട് വാശി ഇല്ലേ, നമ്മളടുത്തേക്ക് വരുന്ന പല പാരന്റ്സും പറയുന്ന സാധനമാണ് വാശി എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മൾ എന്താ പറയാ ആസ് എ കൗൺസിലർ? എന്താ പറയാ? എന്തിലൊക്കെയാണ് വാശി പിടിക്കുന്നത്? പറയാണ് വാശിയാണ്, എന്റെ കുട്ടിക്ക് ഭയങ്കര വാശിയാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്ക? വാശി പിടിക്കുന്ന എല്ലാ സാധനവും ഓൺ ദ സ്പോട്ടിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഓക്കെ. ചിലപ്പോൾ കുട്ടികൾ പറയും ദേഷ്യമാണ്. അപ്പൊ ഈ ദേഷ്യം വാശി എന്നൊക്കെ പറയുന്ന സാധ്യത ഒരു ബിഹേവിയർ ആണല്ലേ. അപ്പൊ അതിൽ വാശി പിടിക്കുന്ന സമയത്ത് കുട്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കണം. എന്താണ് ചെയ്യുന്നത്? കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യം എന്ന് പറഞ്ഞൊരു ഫീലിങ്സ് ആണ്, ഒരു ഇമോഷൻ ആണ് അല്ലേ. പക്ഷെ ദേഷ്യം വരുന്ന സമയത്ത് കുട്ടി എന്താണ് ചെയ്യുന്നത്, അതാണ് ബിഹേവിയർ. ആ ബിഹേവിയറിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ക്ലിയർ? ദേഷ്യം പിടിക്കുന്ന സമയത്ത് കുട്ടി സാധനം വലിച്ചെറിയാണോ, അല്ല ചീത്ത വിളിക്കുകയാണോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തലയിൽ അടിക്കുകയാണോ? ഇതൊക്കെയാണ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്ന സാധനം. അപ്പം ഇത് എപ്പോഴാണ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ചെയ്യുന്നത്, ആരെടുത്തുനിന്നാണ് ചെയ്യുന്നത്, ഓക്കെ, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ബിഹേവിയറിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മാനേജ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇൻസൈറ്റിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ആ മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതേപോലെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എടുക്കണം. ദേഷ്യം വരുമ്പോ കരയുന്നത് പ്രോബ്ലം ആണോ? ഇനി ദേഷ്യം വന്ന് കരയുന്നത് ഒരു പ്രോബ്ലം ആണ്. സ്ക്രീമിംഗ് എന്ന് പറയുന്നത് കരയുന്നത് പ്രോബ്ലം ആണ്. ഇനി ആ കുട്ടി എന്തിനാണ് കരയുന്നത്? ദേഷ്യം വരുമ്പോ ഇപ്പൊ നമ്മള് ഇനിയാണ് ഇവിടെ എപ്പോഴാണ് കരുതുന്നത് ഇതിന്? അതായത് ദേഷ്യം വരുന്നതിന് മുന്നേ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് വിചാരിച്ചോ, നമ്മൾ പറയാണ് ഹോംവർക്ക് എഴുതടാ, ഇത് എഴുതടാ, അപ്പോഴായിരിക്കും കുട്ടി കരയുന്നുണ്ടാവുക, ക്രൈയിങ് ആണ് അല്ലേ. ഇല്ലെങ്കിൽ പറയാണ് ഓക്കെ ഫോണ് തരില്ല എന്നുണ്ട്. ഈ കരയുന്നതിന് മുന്നേ എന്താണ് എൻവിറോൺമെന്റിൽ സംഭവിച്ചതെന്നുള്ളത് നോക്കണം. ഓക്കെ. ഇനി കുട്ടി കരയുന്ന സമയത്ത് കുട്ടി കരയുന്നത് ബിഹേവിയർ ആണ്. ഇനി കുട്ടി കരഞ്ഞതിന് ശേഷം പാരന്റ് അല്ലെങ്കിൽ ആ ഫാമിലിയിലുള്ള ആള് എന്താണ് ആ കുട്ടിക്ക് ചെയ്തത്? കുട്ടിനെ എടുത്തോ, അയ്യോ വാവേ സാരല്ല മോളെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ, ഓക്കെ, കുട്ടി കരഞ്ഞ സാധനം കൊടുത്തോ നോക്കണം. കുട്ടിയുടെ സാധനം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ? സാർ, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് വഴക്കായി. വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ്. അപ്പൊ ആ കുട്ടി സിസ്റ്ററാണ്, രണ്ടുപേരും സിസ്റ്ററാണ്. അങ്ങനെ ആ കുട്ടി ഈ കുട്ടി വിളിച്ചിട്ട് കളിക്കാൻ പോവാത്തത് കൊണ്ട് ദേഷ്യം വന്നിട്ട് ആ മറ്റേ മൂത്ത കുട്ടിയുടെ സാധനങ്ങളൊക്കെ വലിച്ച് പൊട്ടിച്ച് അങ്ങനെ ഒരു വാശി പിടിച്ചുള്ള ഒരു സ്വഭാവ രീതി. അപ്പൊ അങ്ങനെയുള്ള പേരൻസ് അറിഞ്ഞില്ല. പിന്നീട് പേരൻസ് വരുമ്പോഴേക്ക് ഇവര് തമ്മിൽ ഭയങ്കര വഴക്കും അടിയുമായി. ഇതിന് മുന്നേ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തായാലും ആ കുട്ടി ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാണ്. ചെറുതെങ്കിലും ആയിട്ട് ഒരു പെട്ടെന്ന് ഇത് ചെയ്യത്തില്ല, ഇല്ലല്ലോ? ഇതിന് മുന്നേ ഇതേപോലത്തെ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടാവും. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഭയങ്കര ഇന്റൻസിറ്റി. അതിന് മുന്നേയും ഉണ്ട്, ഇവര് തമ്മിൽ ഇങ്ങനെ ഉണ്ട്. യെസ്. ആ സമയത്ത് പാരന്റ്സ് എന്താണ് ചെയ്തത്? അവര് രണ്ടുപേരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് അവരങ്ങ് സൈലന്റ് ആവും. വീണ്ടും ഇളയ കുട്ടിയാണ് കൂടുതൽ വാശിയും വയ്ക്കുന്നത്. 2 കുട്ടിയായിരിക്കും ഉണ്ടാവാം, ചിലപ്പോൾ അറ്റൻഷൻ സീക്കിംഗ് ഉണ്ടാവാം. ഇല്ലെങ്കിൽ ഈ കുട്ടി പറയുന്ന സമയത്ത് ചിലപ്പോൾ പാരന്റ് ഈ ഇളയ കുട്ടിന്റെ മുന്നിൽ ചിലപ്പോൾ മൂത്ത കുട്ടിനോട് പറഞ്ഞു അവന് വിട്ടുകൊടുക്ക്, അവൻ ചെറുതല്ലേ, ഇങ്ങനത്തെ ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ടാവാം. ഇതൊക്കെ ഇവന്റെ ഒരു ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്, ഇല്ലേ? അതായത് ഞാൻ ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് പണിഷ്മെന്റ് എപ്പം എന്ത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അതൊക്കെ വലിയ ടോപ്പിക്കാണ്. ഓക്കെ, ഓരോന്നെടുത്ത് പറയണം. ഇതൊക്കെ പെട്ടുപണിയായി. ഓക്കെ. എപ്പോഴും കള്ളം പറയുന്നത് ഒരു പ്രോബ്ലം ആണോ? പ്രോബ്ലം ആണെന്ന് വെച്ചാൽ എത്രമാത്രം ഇന്റൻസിറ്റിയിൽ പറയുന്നുണ്ട്, എന്തിനാണ് പറയുന്നത്? അത് നമ്മുടെ അടുത്ത് ആള് ഭയങ്കര നല്ലതാണ് അങ്ങനെ കാണിക്കാനായിട്ടാണ്. അതായത് എക്സാമിന് നിങ്ങൾ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ട് ഈ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഒരു 3 സിറ്റുവേഷൻസ് ഉണ്ടായത്. എക്സാം സമയത്ത് നമ്മൾ അറിഞ്ഞില്ല, അതായത് മാർക്ക് കൂടുതലുണ്ടെന്ന് പറയാം, പിന്നെ സ്കൂളിൽ പറഞ്ഞ കാര്യം അങ്ങനെ അല്ല എന്ന് പറയാം. അത് ഇംപ്രസ് ചെയ്യിക്കാനായിട്ടാണോ? മാർക്ക് കുറവുള്ള സമയത്ത് നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? കൊച്ചിനെ അടിച്ചിട്ടുണ്ടായിരുന്നോ? വഴക്ക് പറയായിരുന്നോ?
നല്ല രീതിയിൽ വഴക്ക് പറയായിരുന്നോ? വഴക്ക് പറയായിരുന്നു. ഡെഫിനറ്റ്ലി ഹ്യൂമൻ ബിഹേവിയർ ആണ് ഒരു പണിഷ്മെന്റ് എങ്ങനെയെങ്കിലും ഒഴിവാവാന്നുള്ളത് അല്ലേ? അപ്പൊ അവന് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി എന്താണ്? അതിന് പകരം നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കി, ആ മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റിന് നമ്മൾ പരമാവധി ട്രെയിനിങ് കൊടുക്കുക. ഒരു എക്സാം നമ്മൾ ഈ കുട്ടിക്ക് സ്കിൽ ഡെഫിസിറ്റ് ആണ്, കുട്ടിക്ക് അവിടെ അക്കാഡമിക്കലി എന്തൊരു പ്രോബ്ലം ഉണ്ട്, കുട്ടിക്ക് എങ്ങനെ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്ന പ്രോബ്ലം കണ്ടുപിടിക്കുക, ആ ഒരു സ്കില്ല് കുട്ടി കൊടുക്കുക. അപ്പോഴും അവനൊരു മാർക്ക് കുറഞ്ഞാൽ പോലും എന്ത് ചെയ്യാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുട്ടിക്ക് അളവ് പറയാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലാണ്ട് മാർക്ക് കൂടുതൽ കിട്ടാന്നുള്ളതായിരിക്കില്ല. അപ്പൊ ആദ്യം ഇതിനെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സത്യം പറയുന്നതിൽ റീഇൻഫോഴ്സ്മെന്റ്. ആൾക്ക് മാത്സിൽ മാത്രമാണ് പ്രോബ്ലംസ് വരുന്നുള്ളൂ, ബാക്കി സബ്ജക്ട്സ് വൈസ് കുഴപ്പമില്ല. അപ്പൊ ഡിസ്കാൽക്കുലി ആണോ ഇനി നമ്മൾ IQ ടെസ്റ്റ്? ഞാൻ പറയില്ല, ഞാനത് പറയാം. ഡിസ്കാൽക്കുലി ആണെന്ന് ഞാൻ പറയില്ല. കുട്ടി ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th സ്റ്റാൻഡേർഡിലാണ്. 4th സ്റ്റാൻഡേർഡിലാണ്. കുട്ടിക്ക് നിങ്ങൾ ഇപ്പൊ 4th സ്റ്റാൻഡേർഡിലെ സിലബസ് നിങ്ങൾ നോക്കുക, ചിലപ്പം കുറച്ചും കൂടിയും ഒരു കട എടുത്തിട്ട് ചെയ്യേണ്ട ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രം. അതായത് നമുക്കിപ്പോ ഈ പ്രോബ്ലം ആൾക്കത് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുത്താലും മോഡറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ലഘൂകരിച്ചു കൊടുത്താലും ആൾക്കത് അങ്ങോട്ട് കൺവിൻസിങ് ആവണില്ല. മനസ്സിലായി. അപ്പൊ നമ്മൾ ഇതിനെ പെട്ടെന്ന് ഡിസ്കാൽക്കുലി ആണെന്ന് പറയാതെ ഇവന് എന്തൊക്കെ അറിയാന്നുള്ളത് നോക്കണം, കറന്റ് ലെവൽ എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട് നോക്കണം. ഓക്കെ, ഇനി കുറച്ചും കൂടി ഒരു ബേസിക് ഒക്കെ അറിയുന്നുണ്ട്, അതായത് പ്ലസ് മൈനസ് ഡിവൈഡ് അങ്ങനെ ബേസിക് സംഭവങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ ഇവന് രണ്ടിന്റെയും ഇടയിൽ എവിടെയോ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, എവിടെയോ ഒരു സാധനം മിസ് ചെയ്തിട്ടുണ്ടല്ലോ. അല്ലേ? അപ്പൊ നിങ്ങൾ നമ്മൾ ഇതിന് റെമഡിയൽ ട്രെയിനിങ് എന്നൊക്കെ പറയും, ട്യൂഷൻ അല്ല, റെമഡിയൽ ട്രെയിനിങ്. എനിക്ക് കള്ളം പറയാൻ വെച്ചിട്ട് ടെൻഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോകണോ അങ്ങനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോയി പറഞ്ഞില്ല, നിങ്ങൾ കൺസൾട്ട് ചെയ്ത് നല്ലതാണ്, അവർ കുറച്ചും കൂടി സ്ട്രാറ്റജീസ് പറഞ്ഞു തരും. പിന്നെ ഞാൻ ബേസിക്കലി നിങ്ങൾ എന്താ പറയാ, ഒരു ആരോഗ്യ മാസികയിലും യൂട്യൂബിലും കാണുന്നത് പോലെ എല്ലാ ബിഹേവിയേഴ്സും പ്രോബ്ലമാറ്റിക് ആണ്, നിങ്ങൾ കൺസൾട്ട് ചെയ്യണം, ആ ഒരു രീതിയിൽ പറയുന്ന ആളല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ? നിങ്ങൾ നല്ല പേടിയുണ്ട്, ബാക്കിയുള്ള കുട്ടിക്ക് ബാക്കിയുള്ള നല്ല മാർക്ക് ഉണ്ട്, അപ്പൊ മാക്സിമം ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും, കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളെടുക്കുന്ന ചീത്ത കേൾക്കുന്ന സമയത്തുള്ള ഒരു വിഷമാണ്. അപ്പൊ നിങ്ങൾ അതിന് മാക്സിമം ട്രെയിനിങ് കൊടുക്കുക, എന്നിട്ടും മാർക്ക് കിട്ടുന്നില്ല. ആൾക്ക് ഭയങ്കര ദേഷ്യം കൂടിയിട്ട് സിസ്റ്റേഴ്സിനൊക്കെ ചിലപ്പം ദേഷ്യം വരുമ്പോ അങ്ങനെ ഉപദ്രവിക്കും. ദേഷ്യം വരുന്ന സമയത്ത് ഈ ഒരു സ്കിൽ ഡെഫിസിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. കാരണം ആളും ഒരു ഐഡിയൽ ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും, അയാൾക്ക് പറ്റുന്നില്ല. അപ്പം പരമാവധി നിങ്ങൾ റെമഡിയൽ ട്രെയിനിങ് കൊടുത്തിട്ട് നോക്കുക, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് അസസ്മെന്റ് പോയിട്ട് ഓക്കെ. അപ്പൊ ഡിസ്കാൽക്കുലിയ ആണ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബോർഡ് എക്സാം ഒക്കെ ആവുന്ന സമയത്ത് കാൽക്കുലേറ്റർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ +1 +2 എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാത്സ് ഡ്രോപ്പ് ചെയ്തിട്ടില്ല, ചിലപ്പം സയൻസ് സബ്ജക്ട്സ് ഉണ്ടാവില്ലേ മാത്സ് ഇല്ലാത്തത്, അവന്റെ ഏരിയയിലേക്ക് വിടാം, വീണ്ടും നമ്മൾ പ്രഷർ ചെയ്യിപ്പിക്കാണ്ടിരിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? സെഷൻ കംപ്ലീറ്റ് ആവാനായി 8:05 ഞാൻ 8:20 ഒരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. Okay, so I hope ഞാൻ സ്പീക്കറായിട്ട് സംസാരിച്ചോ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സാധനം കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും സാർ, അതിന്റെ കൂടെ തന്നെ നമുക്ക് റിക്വസ്റ്റും കൂടെ ഉണ്ട്, ഒരു സെഷൻസും കൂടെ സാറിന് നമുക്ക് വേണം എന്നുള്ളത്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയിലോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ടൈമിന്റെ ഒരു ഇഷ്യൂസ് കൊണ്ട് ക്ലോസ് ആവുന്നത്. ഇനി ഒരു ഡിസോർഡേഴ്സ് ഉണ്ട്, ഓട്ടിസം ഉണ്ട്, ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ, വി വിൽ സീ ഇൻഷാല്ലാ. ഓക്കെ സാർ. ഭയങ്കര യൂസ്ഫുൾ സർ, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു. നിങ്ങളുടെ അടുത്ത് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ഈ 1 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയാ, നിങ്ങൾക്ക് ഏകദേശം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും സർ. ഈ ക്ലാസ് തന്നെ ഒന്നുകൂടി അടുത്ത ഒരു വിശദീകരണമായിട്ട് തന്നെ സാർ. ഈ ക്ലാസ് ഒന്നുകൂടി വിശദീകരിച്ച് അടുത്തിൽ തരാൻ പറ്റുമോ സാർ? ഓക്കെ, നമുക്ക് നോക്കാം. Thank you, sir. Thank you. Super. Okay. Ibrahim, please do the thank you note. സാറേ, ഒരു അഭിപ്രായം ഉള്ളത്, ക്ലാസ് നമുക്ക് മതിയായിട്ടില്ല എന്നൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. സന്തോഷം. അപ്പൊ സമയം പോയതില്ല. അപ്പൊ ഇനിയും നമുക്ക് ആവശ്യമുണ്ട് സാറിന്റെ വിലപ്പെട്ട ഇന്ന ദിവസം ഒന്നും പറയുന്നില്ല, സാറിന് അവൈലബിൾ ആയ ഒരു സമയം നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ റെഡിയാണ്. ഡെഫിനറ്റ്ലി വിൽ സീ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ. ദീർഘായുസ് നൽകട്ടെ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്.
Inshallah. Thank you so much, everyone. Thank you. And a special thanks to Mr. Ramesh Abdul Razak, sir. അപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ ടോപ്പിക് ആയിരുന്നത് ഇൻട്രൊഡക്ഷണൽ ടു ചൈൽഡ്ഹുഡ് ഡിസോർഡറിനെ കുറിച്ചായിരുന്നു. വളരെ വ്യക്തമായി തന്നെ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും നമ്മളുടെ എല്ലാവരുടെയും നോളജിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ള സൂചനകൾ തന്നുകൊണ്ട് തന്നെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയാനുള്ളത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയിട്ടുള്ള അതിന്റെ ക്ലസ്റ്റർ, ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ADHD, ADD, ഓട്ടിസം, LT അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ADHD കുറിച്ച് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് നമ്മൾ അതിന്റെ സ്ക്രീനിങ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിങ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു സർ. അതുപോലെ തന്നെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയിട്ടുള്ള ആ ഒരു പാർട്ടിലേക്കായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു മിസ്റ്റർ റമീസ് സർ. ആൻഡ് നമ്മൾ എല്ലാവരും വീണ്ടും എല്ലാവരുടെയും എല്ലാവരും സാറിനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സാറിന്റെ ഒരു ഫർദർ ക്ലാസ്, കണ്ടിന്യൂഷൻ ക്ലാസ് പോലെ. താങ്ക് യു വൺസ് അഗൈൻ ടു ഓൾ മെമ്പേഴ്സ്. നമ്മൾ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾ എല്ലാവരുടെയും സമയം നമ്മൾക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ താങ്ക്സ് ടു എവറി വൺ. ആൻഡ് ഓക്കെ, താങ്ക് യു സർ. Okay, thank you so much.